അമേരിക്കയിലെ അലാസ്കയിൽ വെച്ച് ഉക്രൈനും റഷ്യയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ ചോദിക്കാതെ തന്നെ മാധ്യമങ്ങളോട് ട്രംപ് പറഞ്ഞ ഒരു കാര്യമാണ് ശ്രദ്ധേയം. ഇതിന് ചുക്കാൻ പിടിച്ചത് ഇന്ത്യയാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇത് അറിയാമായിരുന്നു എന്നുള്ളത്. പ്രശാന്ത് സാർ, യഥാർത്ഥത്തിൽ ഇന്ത്യ ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള കളി കളിച്ചിട്ടുണ്ടോ? ഇന്ത്യയാണോ ഇതിനെയൊക്കെ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത്? അല്ല, അതിനെപ്പറ്റി ഇന്ത്യ വ്യക്തതയൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ അലാസ്കയിൽ ആഗസ്റ്റ് 15-ന് ഈ പറയുന്നത് പോലെ ഒരു ചർച്ച വെച്ചിട്ടുണ്ട്. അതിനകത്ത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് അല്ലെങ്കിൽ അത് നിർത്തുന്നതിനെ സംബന്ധിച്ചിട്ട് രണ്ട് രാജ്യങ്ങളുടെയും പരാതികൾ കേൾക്കുന്നതിനും അതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കുന്നതിനും വളരെ കാലം കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയാണ്. പലവട്ടം ചർച്ച നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പല സമയങ്ങളിൽ ചർച്ച അളമ്പി പോയിട്ടുണ്ട്. ഏതായാലും ഇപ്പം പക്ഷെ അതിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ ഇതിനകത്ത് മോദി ഇടപെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു, അത്തരത്തിലേക്കുള്ള പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെ താരിഫിന്റെ ഭാഗമായിട്ട് നിന്ന് ഇന്ത്യക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന ട്രംപിന്റെ ഭാഗമായിട്ട് നിന്ന പല സെനറ്റർമാരും ഇന്നലെ ഈ പോലെ വാർത്താ മാധ്യമങ്ങളിൽ ഈ പറയുന്നത് ഇന്ത്യ പ്രകൃതിച്ചും ഇന്ത്യ ഇടപെട്ടാലേ തീരത്തുള്ളൂ, അതുകൊണ്ട് ഇന്ത്യ അതിനകത്ത് ഇടപെട്ടിരിക്കുന്നു, ഇടപെട്ടു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇന്ത്യ അതിനകത്ത് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായിട്ടോ നമ്മൾ ഇടപെട്ടെന്നോ നമ്മൾ ഇതിനകത്ത് ബന്ധപ്പെട്ടെന്നോ ഉള്ള രീതിയിലൊക്കെ ഒരു വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമോ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അതിനകത്ത് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ നമുക്കത് തീരുന്നതിനോട് നമുക്ക് വിയോജിപ്പൊന്നുമില്ല എന്നുള്ള രീതിയിലേക്കാണ് വാർത്താ സമയം. പക്ഷെ ഇതിനകത്ത് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്നത് പോലെ യുക്രൈൻ റഷ്യ വാർ നടക്കുന്നുണ്ട്. ഈ വാറിനകത്ത് പുറകിൽ നിന്ന് നിഗൂഢമായിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ വാറ് നമ്മൾ ഈ ആദ്യമേ തന്നെ പറഞ്ഞു ഒരു പക്ഷേ തീരണമെന്നോ അല്ലെങ്കിൽ അലാസ്കയിൽ വെച്ചുള്ള ചർച്ചയ്ക്കകത്ത് ഈ വാർ തീർന്നു പോകണമെന്നൊന്നുമില്ല. ഈ വാർ തുടർന്നുകൊണ്ട് പോകുന്നത് ആവശ്യമായിട്ടുള്ള ചില നിഗൂഢ ശക്തികൾ ഒരുപക്ഷെ അമേരിക്കയ്ക്കപ്പുറം അമേരിക്കയ്ക്കകത്തോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോ നാറ്റോ രാജ്യങ്ങളിലോ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. പലവട്ടം ഈ യുദ്ധത്തിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നിലപാടിനപ്പുറം അങ്ങനെയല്ല ഇങ്ങനെയല്ല അത് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് യുക്രൈന്റെ ഭാഗത്തു നിന്നും സെലൻസ്കിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ചർച്ച ഉണ്ടാകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പം സെലൻസ്കി ചില കാര്യങ്ങൾക്കകത്ത് അമേരിക്കൻ പ്രസിഡന്റ് അനുകൂലമായിട്ട് നിൽക്കുന്നത് പറഞ്ഞാൽ സെലൻസ്കിയുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഈ യുദ്ധത്തിനകത്ത് ട്രംപ് പറയുന്നത് കേൾക്കാതെ വന്നപ്പോൾ ആയുധങ്ങൾ കൊടുക്കുന്നതിനും അല്ലെങ്കിൽ ചില സഹായങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇപ്പൊ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ ഇന്നലത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം ഒക്കെ പരിശോധിക്കുമ്പോൾ തന്നെ സെലൻസ്കിക്ക് ഈ യുദ്ധം തീരണമെന്നില്ല. കാരണം ഈ ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത അല്ലെങ്കിൽ ഈ യുദ്ധത്തിനകത്ത് അല്ലെങ്കിൽ റഷ്യയുടെ കയ്യിലായിരിക്കുന്ന മൊത്തം സ്ഥലവും തിരിച്ചു കൊടുത്ത് പഴയതുപോലെ ആയിട്ടുള്ള രീതിയിലേക്കാണെങ്കിൽ മാത്രമേ യുദ്ധം നിർത്തത്തുള്ളൂ എന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു യുദ്ധം നിർത്തിപ്പോകുന്ന ഒരു അവസ്ഥ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. റഷ്യ ചില താല്പര്യങ്ങൾ, റഷ്യയുടെ ത്രെട്ടുകൾ, റഷ്യയുടെ ചില വിഷയങ്ങൾ, അതുകൊണ്ടാണല്ലോ യുദ്ധം പ്രഖ്യാപിച്ചത്, ആക്രമിച്ചത്. അതുകൊണ്ടാണല്ലോ 3 കൊല്ലമായിട്ട് യുദ്ധം നിർത്തിപ്പോകാത്ത ഒരു അവസ്ഥയുണ്ടായത്. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും റഷ്യ യുദ്ധമായിട്ട് നിൽക്കുന്നത്. അപ്പം അതപ്പോ അങ്ങനെ ഒരു തീരുമാനം, അതായത് നമ്മൾ രണ്ട് ആൾക്കാർ തമ്മിൽ ഒരു ചർച്ച അല്ലെങ്കിൽ തീർക്കണമെന്ന് പറയുന്ന ഒരു ചർച്ച അലസിപ്പോകുന്നപ്പോഴാ ഏകപക്ഷീയമായിട്ട് ഒരാൾ ഒരു നിലപാടും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണല്ലോ ഈ ചർച്ച. ആ നിലപാടിലേക്ക് പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ചർച്ച നടന്നാൽ തന്നെയും സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്ന് വേണം കരുതാൻ. അപ്പൊ ഇതിനകത്ത് ഈ റഷ്യക്കകത്ത് ഈ ഇന്ത്യ അല്ലെങ്കിൽ ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നു, അല്ലെങ്കിൽ റഷ്യ യുദ്ധം നിർത്തണമെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ പറയണം എന്നുള്ള രീതി, അതിനുവേണ്ടിയാണ് ഈ താരിഫ് ഉയർത്തതെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ഇങ്ങനെയാണെന്നില്ല, വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അതാണല്ലോ കാരണം പറഞ്ഞത്. റഷ്യയുമായിട്ടുള്ള ബന്ധം, യുദ്ധത്തിന് വേണ്ടിയുള്ള പണം സമാഹരിക്കുന്നത് ഇന്ത്യ ചൈന പോലെയുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ റഷ്യയെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ പൈസ ഉണ്ടായത് കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്, അതുകൊണ്ട് അതിന് സഹായമായിട്ട് എത്തുന്ന രാജ്യങ്ങൾ ഇതൊക്കെയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ താരിഫ് ഉയർത്തുന്നത്. പ്രതികാര താരിഫാണ് 20%, അല്ലാത്ത താരിഫ് 20% എന്ന് പറഞ്ഞാൽ 50%. അപ്പം ഇതിനകത്ത് ശരിക്കും നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ യുദ്ധം തീർന്നു പോകണം എന്ന് ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ തീർക്കേണ്ട ഒരു കടപ്പാട്, അല്ലെങ്കിൽ പെടുത്തുന്നു എന്നൊക്കെ പറയത്തില്ല, ആ രീതിയിലേക്ക് പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യത്തെ പറ്റി അറിയത്തില്ല. പക്ഷെ ഈ പറയുന്ന അമേരിക്കയ്ക്ക് അറിയാം, ട്രംപിനറിയാം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ കൂടുതലായിട്ട് വളരെ കാലം കൊണ്ടേ ഉണ്ട്. ഇതേ സമയം തന്നെ അമേരിക്കയുമായിട്ട് ഈ രാജ്യത്തിന് ബന്ധമുണ്ട്. അമേരിക്കയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മളിപ്പോൾ അമേരിക്കയുമായിട്ട് ക്രയ നടത്തുന്നു, അല്ലെങ്കിൽ ആയുധം മേടിക്കുന്നു, അല്ലെങ്കിൽ വേറെ ചില ഇടപാടുകൾ നടത്തുന്നു, മറ്റു ചില കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴും റഷ്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾക്കോട് ഒരിക്കലും പരാതി പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് സാധനം മേടിക്കുകയോ അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി ചെയ്യുകയോ, അമേരിക്കയുടെ കൂട്ട് അവിടുന്ന് കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നത് നിർത്തുക, ഞങ്ങളുടെ അടുത്തുനിന്ന് മാത്രം മതി എന്ന് പറയുന്ന ഒരു പരാതിക്കാരൻ. പക്ഷെ നമ്മൾ
സ്ഥിരമായിട്ട് ഇതുപോലെ സാധനങ്ങൾ മേടിക്കാതെ വരെ വേണമെങ്കിൽ പറയും അങ്ങനത്തെ ഒരു സാധനം കുറെ നാളായല്ലോ മേടിച്ചിട്ട് ഒന്ന് മേടിച്ചൂടെ, അല്ലെങ്കിൽ ഞങ്ങളെ സഹായിച്ചൂടെ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഇതേ രീതിയിലേക്കുള്ള രണ്ട് രാജ്യങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും അടുത്ത സുഹൃത്ത്, പിന്നെ സുഹൃത്ത്, അപ്പം ആ സുഹൃത്തുക്കളുടെ ഏത് കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന രണ്ട് രാജ്യങ്ങൾ. മാത്രമല്ല എന്ത് പ്രശ്നം വന്നാലും എന്ത് വിഷയം വന്നാലും റഷ്യയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യ പറഞ്ഞാൽ മാത്രമേ റഷ്യ കേൾക്കത്തുള്ളൂ എന്നുള്ള കാര്യം ട്രംപിനറിയാം. ഈ ട്രംപ് ഈ വിഷയം ഉണ്ടാക്കുന്നതൊക്കെ ഇപ്പൊ ഏറ്റവും അവസാനം വിഷയം ഉണ്ടാക്കുന്നതും റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യ സഹായിക്കുന്നതും അല്ലെങ്കിൽ മാറാൻ നിൽക്കുന്നത് കൊണ്ടുമാണല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് കൊണ്ടാണല്ലോ ഇന്ത്യക്കെതിരെ ചില നീക്കങ്ങളും ഉപരോധങ്ങളും ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ളത്. അപ്പൊ ആ രീതിയിലേക്കുള്ള രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് മോദി ഇടപെട്ടാൽ മാത്രമേ ഈ ചർച്ച പോലും അലസ്കയിലെ ചർച്ചയുടെ പുറകിൽ മോദിയുണ്ട്. മോദി ഇടപെട്ടിട്ടുണ്ട്. മോദി ഒരു പക്ഷേ ഇടപെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തീർന്നിട്ട് മോദിയുടെ ശൈലി അതാണല്ലോ. അനാവശ്യ യുദ്ധങ്ങൾ തീർക്കണം, ആവശ്യമുള്ള യുദ്ധങ്ങൾ നടക്കണം. രാജ്യങ്ങൾ തമ്മിൽ ഇപ്പൊ ഈ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഗുണമുണ്ട്. ബാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ താരിഫ് അങ്ങ് മാറിക്കിട്ടും. രണ്ടാമത് റഷ്യയിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന പോലെ പ്രതിസന്ധികൾ വെച്ച് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വെച്ച് അല്ലെങ്കിൽ ഈ ബാനും മറ്റു കാര്യങ്ങളും ഉള്ളൊക്കെ അതിനെയൊക്കെ ധിക്കരിച്ചു പോകേണ്ട കാര്യമില്ല. അമേരിക്കയിൽ നിന്ന് നമുക്ക് സ്വതന്ത്ര കരാർ, യൂറോപ്പിനകത്തും നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനുമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള കരാറുകൾ കയറ്റുമതി ഇറക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് അത് ഗുണമാകുന്ന ഒരു അവസ്ഥയുണ്ടാവും. മാത്രമല്ല ഇവര് തമ്മിൽ ഒരു ചർച്ച ഉണ്ടാക്കിയ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം തീർന്ന് ആ രാജ്യങ്ങൾ സുഖമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ രീതിയിലും ഈ പറയുന്ന യുക്രൈനുമായിട്ട് നമുക്ക് ചില ഇടപാടുകളും ചില കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. യുദ്ധമായതുകൊണ്ടാണല്ലോ അതിനകത്ത് ഈ പറയുന്നത് പോലെ നടക്കാതെ പോകുന്നത്. ചില വിമാനത്തിന്റെ എഞ്ചിനുകളും ഹെലികോപ്റ്റർ എഞ്ചിനുകളും മറ്റു ചില കാര്യങ്ങളും ഒക്കെ യുദ്ധമായതുകൊണ്ട് വളരെ ഡിലേ ആണ്. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിയുന്നതിനും നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് ഉതകുന്ന രീതിയിൽ, പുരോഗതിയിൽ ഉണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ യുദ്ധം തീർന്നാൽ തന്നെ റഷ്യയും ഇന്ത്യയുമായിട്ടുള്ള സുഗമമായിട്ടുള്ള കരാറുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ പറയുന്നതിലെ നോബൽ സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മേടിക്കാനിരിക്കുന്ന ട്രംപിന് ഒരു ആശ്വാസമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അത് നടക്കുമോ നടക്കത്തില്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. നടക്കും. ഇപ്പൊ അങ്ങനെ വിളിച്ചിരിക്കുന്നു. രണ്ടുപേരും അതിനകത്ത് ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറയും. എത്തരത്തിൽ അതിനകത്ത് ആ ചർച്ചയുടെ തീരുമാനങ്ങൾ പരസ്പരം ഉൾക്കൊണ്ട് യുദ്ധം നിർത്തുന്ന അല്ലെങ്കിൽ വെടിനിർത്തൽ നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇതിനു വേണ്ടിയാണോ ഈ താരിഫ്, അല്ലെങ്കിൽ ഇതായിരുന്നോ ട്രംപിന്റെ ലക്ഷ്യം? അത്തരത്തിലേക്കുള്ള ഒരു സംസാരം ഇപ്പം വന്നിട്ടുണ്ട്. മാത്രവുമല്ല ട്രംപ് പരസ്യമായിട്ട് സമ്മതിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഇപ്പോൾ നടന്നിരിക്കുന്നത്, റഷ്യ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് റഷ്യ ഒരുപക്ഷെ അലാസ്കയിൽ അമേരിക്കയിൽ ഒന്ന് ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നതിന്റെ ഇടനിലക്കാരൻ ഈ പറയുന്നത് പോലെ മോദിയാണ്. മോദി പറഞ്ഞാൽ മാത്രമേ കേൾക്കത്തുള്ളൂ. മോദി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അലാസ്കയിലെ ചർച്ച നടക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് അമേരിക്കൻ മാധ്യമങ്ങളും ഈ പറയുന്ന ട്രംപ് മാധ്യമ പ്രവർത്തകരെടുത്തും ട്രംപിന്റെ ഭാഗത്ത് നിൽക്കുന്നവരും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതായത് വലിയ ഒരു കാര്യം ഒരു പക്ഷേ ഈ ആഗസ്റ്റ് 15-ന് ആരും വിചാരിച്ചും തീരാത്ത, ലോകത്ത് ഉടനീളമുള്ളവർ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം പുടിൻ നിർത്തിവെച്ചേക്കാം. അത് ലോക മാധ്യമങ്ങൾ ഇപ്പം ഈ വിഷയത്തിലും ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇടപെടുന്നു, അലാസ്കയിൽ ചർച്ച നടക്കുന്നു. ഒരുപക്ഷെ ഈ ചർച്ചയോടുകൂടി യുക്രൈൻ റഷ്യ യുദ്ധം നിന്നു പോകുന്ന ഒരവസ്ഥയും ഇപ്പോഴത്തെ ഈ വിഷയങ്ങൾ, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വിഷയം, താരിഫിന്റെ വിഷയം, റഷ്യയെ സംബന്ധിച്ചുള്ള വിഷയം, ആ വിഷയങ്ങളെല്ലാം തീർന്നു പോരുന്ന ഒരു അവസ്ഥയിലും ഒക്കെ വരുമെന്നുള്ള രീതിയിലേക്ക് ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ ചർച്ചയാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ആഗസ്റ്റ് 15-ലെ ഹൈലൈറ്റ്. ഈ തരത്തിൽ ഓഗസ്റ്റ് 15-ന് അലാസ്കയിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ചർച്ച, അതിന് ട്രംപ് തന്നെ ഇന്ത്യയാണ് ഇതിന് പിന്നിൽ എന്നുള്ള തരത്തിൽ പറയുമ്പോൾ ഇന്ത്യ എത്രത്തോളം വളർന്നു എന്ന സൂചന കൂടി ലോകരാജ്യങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണത്. കാരണം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയും കൂടി ഇടനിലക്കാരനാവുന്നു എന്നുള്ളത് വ്യക്തമാണ്. താങ്ക് യു പ്രശംസ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.